ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂഗാർനെറ്റ്. എഡ്യൂഗാർനെറ്റിന്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. UPSC നമുക്കറിയാം, മെറിറ്റ് ബേസിൽ ഇന്ത്യയിൽ അപ്പോയിൻമെന്റ് കൊടുക്കുന്ന ഇന്ത്യയുടെ ഹയസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്ന ഏജൻസിയാണ് UPSC എന്ന് പറയുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ ചെയർമാനെ തീരുമാനിച്ചിരിക്കുന്നു. അജയ് കുമാറാണ് UPSCയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, UPSC ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള കറണ്ട് അഫയർ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് രണ്ട് ടൈപ്പ് ബോഡികളാണ് ഉള്ളത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് വിളിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 315 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം എന്നുള്ളത്. അതുകൊണ്ട് UPSC എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്നാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയെക്കുറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു നിയമം മൂലമാണ് നമ്മൾ സെബി കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ട് മൂലം ഉണ്ടായി വരുന്ന ഒരു ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 315 നമ്മുടെ UPSCയെ കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യം. അജയ് കുമാർ UPSCയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അജയ് കുമാർ റീപ്ലേസ് ചെയ്യുന്നത് പ്രീതി സുധനെയാണ്. ഇനി UPSCയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ UPSC എന്ന് പറയുന്നത് ബുൾവാർക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ബുൾവാർക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. 3 നമ്മളുടെ ഭരണഘടനാ പദവികളാണ്. ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, മറ്റൊന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ പബ്ലിക് പേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന CAG-യും ബുൾവാക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഒന്നാണ്. അതായത് നമ്മളുടെ ഭരണഘടനയെ സേഫ് ഗാർഡ് ചെയ്യുന്ന 3 ഏജൻസികളാണ് ഈ പറയുന്ന നമ്മളുടെ UPSCയും ഇലക്ഷൻ കമ്മീഷനും CAG-യും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു. ഇവരുടെ കാലാവധി ടെന്യൂർ എന്ന് പറയുന്നത് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിന് ആദ്യം ഏതാണോ വരുന്നത് അതനുസരിച്ചായിരിക്കും ഇവരുടെ കാലാവധി പൂർത്തീകരിക്കുന്നത്. ഇനി പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന UPSC ചെയർമാനെ റിമൂവ് ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ AI മെഡിക്കൽ ക്ലിനിക്കിനെ കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ AI മെഡിക്കൽ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്തത് സൗദി അറേബ്യ ആണ്. അവരുടെ ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഒരു AI റോബോട്ടാണ്. ഡോക്ടർ ഹുവ സിസ്റ്റം എന്നാണ് അതിന് അവർ നൽകിയിരിക്കുന്ന പേര് എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സോ ലോകത്തിലെ ആദ്യത്തെ AI മെഡിക്കൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ചൈനയുമായി നടത്തിയ ഒരു കൊളാബിലാണ് ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, സൗദിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിയാദാണ്. സൗദിയുടെ കറൻസി എന്ന് പറയുന്നത് സൗദി റിയാലാണ്. ഇനി സൗദിയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദിയുടെ കിരീടാവകാശിയാണ്. എല്ലാ കാലഘട്ടത്തിലും സൗദിയുടെ കിരീടാവകാശി തന്നെയായിരിക്കും സൗദിയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിങ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ഫോബ്സ് മാഗസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. നമ്മുടെ എക്സാമുകൾക്ക് ഫോബ്സ് മാഗസിൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫോബ്സ് മാഗസിനുമായി ബന്ധപ്പെട്ട് എലോൺ മസ്കിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ലേറ്റസ്റ്റ് ആയിട്ട് എക്സാമിനേഷൻസിന് കണ്ടിരുന്നു നമ്മൾ. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സ്പോർട്സ് താരം ആരാണ് എന്നുള്ളതാണ്. സ്പോർട്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കൂടിയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോർച്ചുഗലിൻ്റെ ഫുട്ബോൾ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഫോബ്സ് മാഗസിൻ പ്രകാരം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം എന്ന് പറയുന്ന ഖ്യാതിയുള്ളത്. ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ്. സെക്കൻഡ് റാങ്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റീഫൻ കറിക്കാണ്. സ്റ്റീഫൻ കറി എന്ന് പറയുന്നത് അമേരിക്കയുടെ ബാസ്കറ്റ്ബോൾ താരമാണ്. സ്പോർട്സിൽ നിന്ന് കണ്ടുവരുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നൊരു ചോദ്യം നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമല്ല. കാരണം കിൻഡർ ഗാർഡനിലെ സ്റ്റുഡൻസിന് വരെ അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് എന്നുള്ളത്. എന്നാൽ വളരെ റെയർ ആയിട്ട് വരുന്ന, അതായത് ഇപ്പം നമ്മൾ സെക്കൻഡ് പൊസിഷനിലേക്ക് ഫോക്സ് മാഗസിൻ പറഞ്ഞിരിക്കുന്ന സ്റ്റീഫൻ കറി
അദ്ദേഹം അമേരിക്കയുടെ ഒരു ബാസ്കറ്റ് ബോൾ താരമാണ്. ഇന്ത്യയിൽ ബാസ്കറ്റ് ബോൾ അത്ര പ്രചരണത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ബാസ്കറ്റ് ബോൾ പ്ലേയേഴ്സിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മളുടെ എക്സാമുകൾക്ക് വരാറുള്ളത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അതായത് സ്റ്റീഫൻ കറി എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഓർത്തുകൊള്ളുക, ബാസ്കറ്റ് ബോൾ താരമാണ് സ്റ്റീഫൻ കറി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി മൂന്നാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്ന ടൈസൺ ഫുറി ആണ് മൂന്നാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ബോക്സിംഗ് താരമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മസ്കോട്ടിനെ കുറിച്ചാണ്. ഗജ് സിംഗ് ആണ് അതിൻ്റെ മസ്കോട്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഇത്തവണത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 2025 ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ഇറ്റ് ഈസ് മഹാരാഷ്ട്രയ്ക്കാണ് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുംബൈ ആണ്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. മുംബൈ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ കൂടിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം പൊസിഷനിൽ എത്തിയിരിക്കുന്ന സ്റ്റേറ്റിനെ കുറിച്ചാണ്. 2ാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഹരിയാനയുടെ പ്രത്യേകത നമുക്കറിയാം. ഈ ഹരിയാനയ്ക്കും പഞ്ചാബിനും കൂടി ഒരൊറ്റ ക്യാപിറ്റലേ ഇന്ത്യയിലുള്ളൂ. ചണ്ഡീഗഡ് എന്ന് പറയുന്ന ക്യാപിറ്റലാണ് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ക്യാപിറ്റൽ. ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി കൂടി ഇന്ത്യയിലുണ്ട്. അതിൻ്റെ ക്യാപിറ്റലും ചണ്ഡീഗഡ് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ചണ്ഡീഗഡിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ചണ്ഡീഗഡിൻ്റെ അല്ല, ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നയാബ് സിംഗ് സൈനിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. 3ാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയ രാജസ്ഥാനാണ്. രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ ആണ്. നമ്മളുടെ രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഭജൻലാൽ ശർമ്മയാണ്. ഇനി പ്രധാനമായിട്ടും നമുക്ക് ഈ ഖേലോ ഇന്ത്യ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഗെയിംസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എക്സാമിനേഷൻ ചോദിക്കുന്നത് ഇതിൽ എവിടെയായിരുന്നു ഇതിൻ്റെ വെന്യൂ എന്ന് കൂടി ചോദിക്കും. അതായത് വേദി എവിടെയാണ് എന്നുള്ളത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഇത്തവണത്തെ വേദി എന്ന് പറയുന്നത് ബീഹാർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി കുറവുള്ള സ്റ്റേറ്റ് കൂടിയാണ് നമ്മളുടെ ബീഹാർ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിതീഷ് കുമാർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നഗരത്തിൻ്റെ പേര് മാറ്റിയതിനെ കുറിച്ചുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ബീഹാറിലെ ഗയ എന്ന് പറയുന്ന നഗരത്തിൻ്റെ പുതിയ പേരായിട്ട് ഗയാജി എന്ന് പറയുന്ന പേര് നൽകി എന്നുള്ളതാണ് പ്രത്യേകത. എക്സാമുകൾക്ക് ചോദിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഗയാജി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും നമ്മളോട് എക്സാമിനേഷന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ബീഹാറിലെ ഒരു സ്ഥലമാണ് ഈ ഗയാജി. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൗതമ ബുദ്ധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗയ എന്ന് പറയുന്നത്. ബോധ് ഗയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഗൗതമ ബുദ്ധനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് ഗൗതമ ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ബോധോദയം കിട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലമാണ് ഈ ഗയ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ഗയ എവിടെയാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളത്. ബീഹാറിലാണ് ഗയ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഗൗതമ ബുദ്ധൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മളുടെ റിലീജിയനുകളിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട റിലീജിയനുകളാണ് സിക്കിസം, ബുദ്ധിസം, ജൈനിസം എന്ന് പറയുന്നത്. അതുപോലെ ബുദ്ധിസം എന്ന് പറയുന്ന റിലീജിയൻ്റെ ദൈവമാണ് ഗൗതമ ബുദ്ധൻ എന്നുള്ള കാര്യം ഓർക്കുക. ആദ്യം ബുദ്ധൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നേപ്പാളിലെ ലുംബിനിയിൽ ജനിച്ച സിദ്ധാർത്ഥ രാജകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഗൗതമ ബുദ്ധൻ. അതായത് ഗൗതമ ബുദ്ധൻ്റെ ആദ്യത്തെ പേര് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സിദ്ധാർത്ഥ രാജകുമാരനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സാക്യ എന്ന് പറയുന്ന സെയിം ക്ലാനിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഈ നമ്മളുടെ ഗൗതമ ബുദ്ധൻ. അതുകൊണ്ട് സാക്യ സന്യാസി ആരാണ് എന്ന് ചോദിച്ചാൽ അതും ഗൗതമ ബുദ്ധൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ബീഹാർ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ബീഹാറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പട്നയാണ്. ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഫുഡ് പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് മരിയങ്കേല ഹംഗറിയാണ്. ബ്രസീലുകാരിയാണ് ഈ മരിയങ്കേലിയ ഹംഗറിയ. നമുക്ക് എളുപ്പത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് കറണ്ട് അഫെയർസ് നമുക്കത് പഠിക്കുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ലോക ഭക്ഷ്യ പുരസ്കാരമാണ് വേൾഡ് ഫുഡ്
ഫുഡാണ്, ഫുഡ് പ്രൈസ്. സോ ഫുഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് വിശക്കുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്നത് ഹംഗ്രി എന്നാണ്. ഹംഗ്രി എന്നൊക്കെ നമ്മൾ പറയും. സോ ഹംഗ്രിയ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ബ്രസീലികാരിയായ ഹംഗ്രിയ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും. ഇനി ആദ്യമായിട്ട് ഫുഡ് പ്രൈസ് കിട്ടുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. 1987 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യക്കാരനാണ്. MS സ്വാമിനാഥനാണ് ഈ പുരസ്കാരത്തിന് അർഹത നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കീമുകളിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. തെലങ്കാന ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത ഇന്ദിരാ സൗരഗിരി ജൽ വികാസം എന്ന് പറയുന്ന സ്കീമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദിവാസി കർഷകർക്ക് സോളാർ പമ്പ് സെറ്റ് നൽകുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തെലങ്കാന സർക്കാർ രൂപീകരിച്ച ഒരു സ്കീമാണ് ഇന്ദിരാ സൗരഗിരി ജല വികാസ് എന്ന് പറയുന്ന പദ്ധതി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം തെലങ്കാനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. സിറ്റി ഓഫ് പേൾ എന്നറിയപ്പെടുന്നതും ഹൈദരാബാദ് തന്നെയാണ്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രേവന്ത് റെഡ്ഡിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ അവസാനത്തെ സംസ്ഥാനമായി രൂപീകരിച്ച സംസ്ഥാനം കൂടിയാണ് തെലങ്കാന. ഇന്ത്യയിലെ 29ാമത്തെ സംസ്ഥാനമായിട്ടാണ് തെലങ്കാനയെ നമ്മൾ രൂപീകരിച്ചത്. എന്നാൽ ഇന്ത്യയിൽ നിലവിലെ സാഹചര്യത്തിൽ 28 സംസ്ഥാനങ്ങളെ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഇന്ത്യക്കുള്ളത്. 28 സ്റ്റേറ്റുകൾ ഇന്ത്യക്കുണ്ടെങ്കിലും 25 ഹൈക്കോടതികൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അപ്പോൾ അവസാനമായി രൂപീകരിച്ച ഹൈക്കോടതി ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കും. സ്വാഭാവികമായി അവസാനമായി രൂപീകരിച്ച സ്റ്റേറ്റ് തെലങ്കാന ആയതുകൊണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഓപ്ഷനായിട്ട് തെലങ്കാന തരും. പക്ഷേ തെലങ്കാന ആൻസർ ചെയ്യരുത്. കാരണം അവസാനമായി രൂപീകരിച്ച ഹൈക്കോടതി ആന്ധ്രയുടെ ഹൈക്കോടതിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് നമ്മൾ ആന്ധ്രയുടെ ഹൈക്കോടതി നൽകിയതിന് ശേഷം ആന്ധ്രയ്ക്ക് പുതുതായിട്ട് അവസാനമായി ഒരു ഹൈക്കോടതി രൂപീകരിക്കുകയായിരുന്നു. ആന്ധ്രയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമരാവതിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിലുള്ള കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് അവർ ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് നമ്മളുടെ ശശി തരൂരാണ്. നമുക്കറിയാം എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശശി തരൂർ. ശശി തരൂരിൻ്റെ വാക്കുകൾ ഇംഗ്ലീഷിൽ നമ്മളോട് മീനിങ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ശശി തരൂരിൻ്റെ പുസ്തകം ചോദിച്ചത് വൈ ഐ ആം എ ഹിന്ദു എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ് എന്നുള്ളതാണ്. വൈ ആം എ ഹിന്ദു ശശി തരൂരിൻ്റെ പുസ്തകമാണ്. എന്നാൽ അതുമായി സിമിലാരിറ്റി ഉള്ള മറ്റൊരു പുസ്തകമുണ്ട്, വൈ ആം എൻ എത്തീസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. നമ്മൾ വൊക്കാബ്സ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. എത്തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഡസൻ ബിലീവ് ഇൻ എ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എത്തീസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അനണിം തീസ്റ്റ്, ഈശോയിൽ വിശ്വസിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷ് സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. വൈ ആം എൻ എത്തീസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ഭഗത് സിംഗിൻ്റെ പുസ്തകമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. ബാങ്ക്സ് ഓഫ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ HCBL കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ലക്നൌവിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത് തന്നെ ബാങ്ക്സ് ഓഫ് ബാങ്ക് എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അധികാരത്തിൽപ്പെടുന്നതാണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ലൈസൻസ് നൽകുക, ലൈസൻസ് ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് ലക്നൌവിലെ HCBL കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇനാഡ്യൂക്കേറ്റ് ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് RBI ഇത്തവണ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത്. നമുക്കറിയാം RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ക്യാപിറ്റലായ മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ മുംബൈയെ അറിയപ്പെടുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. സാധാരണഗതിയിൽ RBI ഗവർണേഴ്സിൽ നിന്ന് ചോദ്യം വരുമ്പോൾ അവരുടെ ഓർഡർ കൃത്യമായി ചോദിക്കാറുണ്ട്. നമുക്കറിയാം സഞ്ജയ് മൽഹോത്രയുടെ ഓർഡർ എന്ന് പറയുന്നത് 26ാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനായ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം റഷ്യയും ഉക്രൈനുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ വിരുദ്ധ വികാരം ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ആംനസ്റ്റി ഇന്റർനാഷണലിനെ നിരോധിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം യുണൈറ്റഡ് കിങ്ഡത്തിലെ ലണ്ടനിലാണ് ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്ന ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ. 1977 ഒരു സമാധാനത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മോസ്കോ ആണ്. റഷ്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിനാണ്. ഉക്രൈൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്ളാഡിമിർ സെലൻസ്കി ആണ്. ഉക്രൈൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കീവ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2025 വെന്യൂവിനെ കുറിച്ചാണ്. ഇത്തവണ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് നടത്തുന്നത് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ഡ്യൂവിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഡാമൻ ഡ്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ 9 യൂണിയൻ ടെറിട്ടറികളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് 8 യൂണിയൻ ടെറിട്ടറിയേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഡാമൻ ഡ്യൂ എന്ന് പറയുന്ന 2 യൂണിയൻ ടെറിട്ടറികൾ ഒരുമിപ്പിച്ച് ഇപ്പോൾ ആ യൂണിയൻ ടെറിട്ടറിയുടെ പേര് എന്ന് പറയുന്നത് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ഡ്യൂ എന്നാക്കി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സോ ഖേലോ ഇന്ത്യയുടെ ബീച്ച് ഗെയിംസ് നടക്കുന്നത് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഡാമൻ ഡ്യൂവിൽ വെച്ചാണ്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത യൂത്ത് ഗെയിംസ് നടന്നിരുന്നത് ബീഹാറിൽ വെച്ചായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നമ്മളുടെ യൂണിയൻ ടെറിട്ടറികളുമായി ബന്ധപ്പെട്ട എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേണാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി ലഡാക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ലഡാക്കിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ലക്ഷദ്വീപാണ്. അതിൻ്റെ ക്യാപിറ്റൽ കവരത്തിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻ്റ് ആണ്. നമ്മളുടെ സുഡാനിലെ പ്രൈം മിനിസ്റ്ററായിട്ട് കമിൽ ഐഡ്രസിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ സുഡാനിൽ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആഭ്യന്തര കലാപത്തിൽ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ കാവേരി എന്നുള്ളതായിരുന്നു. എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഓർത്ത് വെക്കുക. സുഡാനിൽ നമ്മൾ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. എക്സാമുകൾക്ക് ചോദിക്കുന്നത് ഓപ്പറേഷൻ കാവേരി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. സോ സുഡാനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ദോസ്ത് നമ്മളുടെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് ഭൂമി കുലുക്കുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ദോസ്ത്. നിലവിലെ സാഹചര്യത്തിൽ അത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ്റെ കൂടെ ആയിരുന്നു ഈ തുർക്കി എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മിന്ത്ര പോലുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ വാണിജ്യപരമായിട്ടും ഇന്ത്യയിലെ ഷോപ്പിങ്ങുമായിട്ടും ടൂർ ഗൈഡുകളായിട്ടും എല്ലാം നമ്മൾ ഈ തുർക്കിയെ ബാൻ ചെയ്യാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുർക്കിയുമായി ബന്ധപ്പെട്ട് അന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ വളരെ പ്രധാനമായിട്ടും ന്യൂസ് പേപ്പറുകളിലും നമ്മളുടെ ന്യൂസ് ഏജൻസികളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹെഡ്ലൈൻസ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഓപ്പറേഷൻ ദോസ്ത് കുറച്ചുകൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ശ്രദ്ധിക്കുക, ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത് തുർക്കിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്, ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകുന്നത് ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങൾക്കാണ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UK-യിലോ അയർലൻഡിലോ പബ്ലിഷ് ചെയ്തിരിക്കണം, പ്രാദേശിക ഭാഷയിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ ഉള്ളതാണ്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരിക്കാണ്. കന്നഡ എഴുത്തുകാരിയായ ഭാനു മുഷ്താഖിനാണ് ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഭാനു മുഷ്താഖിൻ്റെ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന പുസ്തകമാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ദീപ ബസ്തിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇവർക്ക് 2 പേർക്കുമാണ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അതായത് ബുക്കർ പ്രൈസ് 2 പേർക്കാണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50,000 പൗണ്ട് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇത് ഈക്വലി ഷെയർ ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. സോ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദീപ ബസ്തിയും നമ്മളുടെ പ്രാദേശിക ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഭാനു മുസ്താഖുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പുസ്തകത്തിൻ്റെ പേരും ഓർത്തുകൊള്ളുക, കാരണം എക്സാമുകൾക്ക് പുസ്തകം ഏതാണ് എന്ന് നൽകിയതിന് ശേഷം ഇതിൻ്റെ ഓതർ ആരാണ് എന്ന് ചോദിക്കും. ഹാർട്ട് ലാമ്പ് ആണ് ഈ പുസ്തകം എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. നമ്മളുടെ ഇന്ത്യൻ അംബാസിഡറായിട്ട് സ്വീഡനിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് അനുരാഗ് ഭൂഷൺ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സ്വീഡൻ്റെ കറൻസി എന്ന് പറയുന്നത് സ്വീഡിഷ് ക്രോണയാണ്. സ്വീഡൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡയുടെ എക്സ്റ്റേണൽ അഫെയർ മിനിസ്റ്ററിനെ കുറിച്ചാണ്, അനിത ആനന്ദ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തിനായിരിക്കും നമ്മൾ കാനഡയുടെ എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്റ്ററിനെ കുറിച്ച് പഠിക്കുന്നത് എന്നുള്ളത്.
ഈ അനിതാനന്ദിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു ഇന്ത്യൻ വംശജയാണ് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. കാനഡയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മാർക്ക് കാർണിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ കാനഡയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒട്ടാവയാണ്. കാനഡയുടെ കറൻസി എന്ന് പറയുന്നത് കനേഡിയൻ ഡോളറാണ്. നമുക്ക് നമ്മളുടെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിനെ അറിയാം. എസ് ജയശങ്കറാണ് നമ്മളുടെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഫോറിൻ കാര്യങ്ങളിലൊക്കെ ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്റ്റേണൽ മിനിസ്റ്റേഴ്സിനെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് എസ് ജയശങ്കറാണ് എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ഡേ എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്റർനാഷണൽ മ്യൂസിയം ഡേ. മെയ് 18 നമ്മൾ ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നമ്മളുടെ എക്സാമുകൾക്ക് ഒരു ചോദ്യം ഈ ഡേറ്റ്സും ഡേയിൽ നിന്നുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ കണ്ടുവരുന്നത് എന്ന് പറയുന്നത് ഒരു ഡേ തന്നതിന് ശേഷം ആ ഡേയിൽ എന്തായിരുന്നു ഈ വർഷത്തെ തീം എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ്സും ഡേയും പഠിക്കുമ്പോൾ ഈ വർഷത്തെ തീമുകൾ കൂടി പഠിച്ചു വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സോ ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആയ മെയ് 18 നമ്മൾ ഇത്തവണ നൽകിയ തീം എന്ന് പറയുന്നത് ദ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയംസ് ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും അഭിമാനകരമായ ഒരു ന്യൂസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് പറയുന്ന ഖ്യാതി നമ്മളുടെ കേരളത്തിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്ററസി റേറ്റ് നേടിയ സംസ്ഥാനമാണ് നമ്മളുടെ കേരളം. നമുക്കറിയാം കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര അർലേക്കറാണ്. ഡിജി കേരള എന്ന് പറയുന്ന ഒരു സ്കീമുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിന് ഈ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന് പറയുന്ന ഖ്യാതി കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ദ സിക്സ്ത് എക്സ്റ്റീൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പുസ്തകം എഴുതിയത് എലിസബത്ത് കോൾബെൽറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ സ്പൈ ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം ഇന്ത്യക്ക് 2 സ്പൈ ഏജൻസികളാണ് ഉള്ളത്. ഒന്ന് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന IBയും റിസർച്ച് അനലൈസ് വിങ് എന്ന് പറയുന്ന റോയുമാണ് ഇന്ത്യയുടെ 2 സ്പൈ ഏജൻസീസ് എന്ന് പറയുന്നത്. സോ ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റലിജൻസ് ബ്യൂറോയെ കുറിച്ചാണ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായ തപൻ കുമാർ ധേക്കയുടെ കാലാവധി ഇന്ത്യ ഗവൺമെൻറ് 1 ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് നമ്മളുടെ ഈ പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോ വരുന്നത്. ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത്ഷായാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പൈ ഏജൻസി എന്ന് പറയുന്നത് മൊസാദാണ്. സ്ഥിരമായി എക്സാമ്പിൾക്ക് ചോദിക്കാറുണ്ട് മൊസാദ് ഏത് രാജ്യത്തിൻ്റെ സ്പൈ ഏജൻസിയാണ് എന്നുള്ളത്. ലോകത്തിലെ ഏക യഹൂദ രാജ്യമായ വൺ ആൻഡ് ഓൺലി ജൂ കൺട്രി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഇസ്രായേലിൻ്റെ സ്പൈ ഏജൻസിയാണ് മൊസാദ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മളുടെ CIA ആണ് അമേരിക്കയുടെ സ്പൈ ഏജൻസി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മരണ വാർത്തയാണ്. ഇന്ത്യയുടെ പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനായ MR ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 1984 രാജ്യം പത്മശ്രീ കൊടുത്ത് ഇദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. 1990 പത്മഭൂഷൺ നൽകി നമ്മൾ ആദരിച്ചു. 2015 ഇന്ത്യയുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിൽ അവാർഡായ പത്മവിഭൂഷൺ നൽകിയും നമ്മൾ ആദരിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ. നമുക്കറിയാം ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ആദ്യമായി ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് നടത്തുന്നത് പൊക്രാനിലാണ്. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് നടക്കുന്നത്. രണ്ടാമത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് 1998 അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് നടക്കുന്നത്. ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് ടൈമിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇതോടുകൂടി എടുകാനൻ്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.